MV ഗോവിന്ദനടക്കമുള്ള CPMകാരോട് പറയാനുള്ളത്, ഉളുപ്പും മാനവും ഉണ്ടെങ്കിൽ രാജിവെച്ച് പോകണം. പത്മകുമാർ എന്ന് പറയുന്ന മുൻ MLA ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ, വാസുവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ, ആ റിമാൻഡിലേക്ക് അവരെ പറഞ്ഞയക്കുമ്പോൾ ഈ സ്വർണം കക്കാൻ വേണ്ടി മുഖ്യ സൂത്രധാരനായിക്കൊണ്ട് SIT കണ്ടെത്തുന്നത് പത്മകുമാറിനെ ആണെങ്കിൽ, ആ പത്മകുമാറിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണോ അത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ പത്മകുമാർ മാത്രം അറിഞ്ഞുകൊണ്ട്, വാസു മാത്രമായി അറിഞ്ഞുകൊണ്ട്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമായി അറിഞ്ഞുകൊണ്ട് ഒരു കളവ്, അങ്ങനെ ഒരു സ്വർണ്ണവേട്ട കൊള്ള അവിടെ നടക്കില്ല. ആ സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, അത് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അറിയാതെ, ഇന്നത്തെ സർക്കാർ അറിയാതെ അത് നടക്കില്ല. ഈ കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം തന്നെ നടക്കേണ്ടതുണ്ട്. അങ്ങനെ നടക്കുന്ന സമഗ്രമായ അന്വേഷണത്തിന് ആദ്യം മുതൽ അവസാനം വരെ കോടതിയുടെ നിരീക്ഷണം നിർബന്ധമാണ്. ഇത്തരമൊരു വേട്ട നടത്താൻ വേണ്ടി, കോടിക്കണക്കിനായ വിശ്വാസികളെ പറ്റിച്ചുകൊണ്ട്, വഞ്ചിച്ചുകൊണ്ട് ഇത്തരമൊരു കളവ് നടക്കണമെങ്കിൽ അതിന് ധൈര്യം കാണിച്ച ആളുകൾ ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ ഈ അന്വേഷണം നടന്നാൽ മാത്രമേ ഈ സ്വർണ്ണക്കൊള്ള നടത്തിയ ആളുകൾ നിയമത്തിന് മുമ്പിൽ വരാൻ അല്ലെങ്കിൽ അവരെ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കൂ എന്ന് ഉറപ്പാണ്.